നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ ഗുരുതരമായൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കോവിഡിനേക്കാൾ മാരകമായൊരു മഹാമാരി ഒരുപക്ഷെ നമ്മെ വീണ്ടും ഏറെ ബുദ്ധിമുട്ടിച്ചേക്കാം, നിരവധി ജീവനെടുത്തേക്കാം. അമേരിക്ക ചൈനയുമായിട്ടുള്ള ബന്ധമടക്കം അവസാനിപ്പിക്കാനുള്ള കടുത്ത നടപടികളിലേക്ക് പോലും എത്തിച്ചേരാനുണ്ടാകുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് അപകടകരമായൊരു ഫംഗസ് കടത്തിയിരിക്കുന്നു. അത് കോവിഡിനേക്കാൾ കടുത്തതാണെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പിൻ്റെ മുന്നിൽ തന്നെ ഏറ്റവും അധികം ഭീതിയോടെയാണ് അമേരിക്ക ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അമേരിക്കയ്ക്കെതിരായ യുദ്ധത്തിന് തുല്യമാണ് ഇപ്പോൾ ചൈന നടത്തിയിരിക്കുന്ന ഈ നീക്കം എന്നാണ് അഭിഭാഷകനും പൊളിറ്റിക്കൽ അനലിസ്റ്റുമായിട്ടുള്ള ഗോൾഡൻ ജി ചാങ് പ്രതികരിച്ചിരിക്കുന്നത്. ഈ അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയിരിക്കുന്നത് ചൈനയാണെന്നും ഇക്കൂട്ടത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, അമേരിക്ക ചൈനയുമായിട്ടുള്ള സകലമാന ബന്ധങ്ങളും ഈ ഒരു വിഷയത്തോടു കൂടി തന്നെ അവസാനിപ്പിച്ചേക്കുമെന്നുള്ള സൂചനയും ലഭിക്കുന്നു. അതല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കൃത്യമായൊരു ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കോവിഡിനേക്കാൾ മാരകമായത് തന്നെയായിരിക്കും നമുക്ക് മുന്നിൽ സംഭവിക്കാനിരിക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ ഏറെ വിനാശകരമായ ഒരു സംഭവമായി, ഒരു വിഷയമായി ഇത് മാറിയേക്കും. 2020 അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലേക്കും ചൈനയിൽ നിന്നും വിത്തുകൾ എത്തിയിരുന്നു എന്നാണ് എടുത്തു പറയുന്നത്. ഈ വിത്തുകളിലായിരിക്കണം ഇത്തരത്തിലുള്ള അപകടകാരിയായ ഫംഗസുകളെ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്ക ആവശ്യപ്പെടാതെ ഇങ്ങനെയുള്ള വിത്തുകൾ ചൈനയിൽ നിന്നും എന്തിനു വന്നു? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം? പടർന്നു പിടിക്കുന്നതും ഏറ്റവും അപകടകരവുമായിട്ടുള്ള സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമം ചൈന ഇതിനു പിന്നിൽ കണക്ക് കൂട്ടിയിരുന്നു. പണ്ടത്തെ ഒപ്പിയൻ ട്രേഡ് പോലെയൊക്കെ തന്നെ ചൈന നടത്തുന്ന ഈ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ തലമുറയിലെ ലക്ഷ്യം വൈറസുകളും ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ തന്നെ പടർന്നു പിടിച്ച് മാനവരാശിയെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിനുള്ള ആൻറ്റിഡോട്ട് ചൈനയുടെ പക്കൽ ഉണ്ടായിരിക്കുമെന്നും നേരത്തെ കോവിഡ് ഇറങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ പറയപ്പെടുകയാണ്. അഭ്യൂഹങ്ങൾ അങ്ങനെ വലിയ തോതിൽ പരക്കുകയാണ്. ഈ വർഷവും ഒരു ചൈനീസ് ഓൺലൈൻ റീറ്റെയിലറിൽ നിന്നും അമേരിക്കയിലേക്ക് സമാനമായി തന്നെ 2020 സംഭവിച്ചതുപോലെ കുറച്ച് വിത്തുകളെത്തി. എന്തുകൊണ്ട് അവർ ഈ വിത്തുകൾ ഇങ്ങനെ അയക്കുന്നു? എന്തിനു വേണ്ടി അവ അമേരിക്കൻ മണ്ണിൽ നട്ടുപിടിപ്പിക്കേണ്ടിയിരിക്കുന്നു? ഏതായിരുന്നാലും ഇത് തടയേണ്ടത്, അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ നയം ഏറ്റവും കടുത്തതാണെന്ന് ആളുകൾക്ക് മനസ്സിലാകും, അവർ അങ്ങനെ ചിന്തിക്കുമെന്നുള്ള കാര്യവും തനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അമേരിക്കയുടെ നല്ലതിനു വേണ്ടി, മാനവകുലത്തിനു വേണ്ടി അമേരിക്കയ്ക്ക് തന്നെ ഇത് ഭാവിയിൽ തിരിച്ചടിയായി മാറും എന്നുള്ളത് കൊണ്ട് ഇതല്ലാതെ മറ്റു മാർഗം നമുക്ക് മുന്നിലില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കോവിഡിനേക്കാൾ മാരകമായ എന്തോ ഒന്ന് നമ്മുടെ രാജ്യത്തെ ബാധിച്ചേക്കുമെന്നുള്ള ഭീതിയും അദ്ദേഹം ഇതോടൊപ്പം തന്നെ പരത്തുകയാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് അപകടകരമായ ഫംഗസ് അമേരിക്കയിലേക്ക് കടത്തിയതിന് ചൈനക്കാരായ 2 ഗവേഷകരെ പിടികൂടിയത്. ചൈനയിലെ സർവകലാശാലയിലെ ഗവേഷകരായിട്ടുള്ള സിയോങ് ലിയു എന്ന 34-കാരനും ഇയാളുടെ പെൺസുഹൃത്തും അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷകയുമായിട്ടുള്ള യുങ് കിങ് ജിയാൻ എന്ന 33-കാരിയുമാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന വസ്തുക്കൾ എന്ത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുന്നു. അതിൻ്റെ കൃത്യമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. കാർഷിക വിളകൾക്ക് വലിയ തോതിൽ തന്നെ നാശം വിതയ്ക്കുന്ന ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഫംഗസാണ് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുവരും അനധികൃതമായി അമേരിക്കയിലേക്ക് കടത്തിയതെന്നാണ് FBI പറയുന്നത്. ഫുസാരിയം ഗ്രാമിനേറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫംഗസാണ് വിമാനമാർഗത്തിലൂടെ അമേരിക്കയിലേക്ക് എത്തിച്ചത്. കാർഷിക വിളകൾക്കടുത്ത് ഇത് എത്തിക്കഴിഞ്ഞാൽ കനത്ത നാശം വിതയ്ക്കുന്ന ഈ ഫംഗസിനെ കാർഷിക തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആയുധമായി തന്നെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും അധികം കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരായിട്ടുള്ള നിരവധി ആളുകൾക്ക്, 1.5 കോടിയിലധികം വരുന്ന കർഷകർക്ക് വലിയ വിനാശകരമായ ഒരുപക്ഷെ ഇത് ഭാവിയിൽ ഉപയോഗിച്ചേക്കുമെന്നുള്ള ആശങ്കയും ഇതിന് പിന്നാലെ പരക്കുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ഇതിൻ്റെ ചെറിയൊരു വിത്തെത്തിയാൽ തന്നെ ഇത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കും. കാർഷിക ശൃംഖലയെ തന്നെ താളം തെറ്റിക്കും, അതിനെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യും. അമേരിക്കയിലെ കാർഷിക മേഖലയിൽ വലിയൊരു ദുരന്തം തന്നെ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ജൈവ യുദ്ധത്തിന് തിരികൊളുത്താൻ തന്നെയാണ് ചൈന ഇതിലൂടെ ശ്രമിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ജൈവ പകർച്ച രോഗാണുക്കളെ കടത്താൻ ശ്രമിച്ച ഈ 2 ചൈനീസ് പൗരന്മാരെ പിടികൂടിയതോടെയാണ് ഏറ്റവും അധികം ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയും അഗ്രോ ടെററിസത്തിൻ്റെ ഭീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിലേക്കും ഇത് കടന്നു വന്നേക്കുമെന്നുള്ള ഭീതി നമുക്ക് ഏവർക്കുമുണ്ട്. അതിർത്തി പങ്കിടുന്ന ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വൈകൃത മനോഭാവം കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾക്ക് നേരെയും ഒരുപക്ഷെ ഈ ആക്രമണം അവർ നടത്തിയേക്കാം. കാർഷിക സംസ്ഥാനങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ചൈനയിൽ നിന്നുള്ള ഈ ഭീഷണികളെ നേരിടുകയാണ്.
ഇപ്പോൾ അമേരിക്കയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന യുവതി അമേരിക്കയിലെ തന്നെ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷക കൂടിയായിട്ടുള്ള യുവതി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെന്നുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഗുരുതരമായ ദേശീയ സുരക്ഷാ പ്രശ്നമായി തന്നെയാണ് ട്രംപ് ഭരണകൂടം ഈ വിഷയത്തെ, ഈ ഫംഗസ് കടത്തലിനെ നോക്കിക്കാണുന്നത്. സുനിയോങ് ഇയു എന്ന ചൈനീസ് ഗവേഷകനാണ് ഫംഗസ് കടത്താനുള്ള ശ്രമം ആദ്യം നടത്തിയത്. തൻ്റെ കൂട്ടുകാരിയെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മിഷിഗൺ സർവകലാശാലയിലെ ലബോറട്ടറിയിൽ വെച്ച് ഗവേഷണം നടത്താനാണ് ഈ ഫംഗസ് കടത്തിയതെന്നും സുനിയോങ് ലിയുവിൻ്റെ ന്യായീകരണം പുറത്തു വന്നിട്ടുണ്ട്. യുങ്കിങ് ജിയാൻ പാത്തജനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഗവേഷണത്തിന് ചൈനീസ് സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് അമേരിക്കൻ അധികൃതരടക്കം ആരോപിക്കുന്നുവെന്ന് കൂടിയാണ് പറയുന്നത്. ചൈനയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ചൈന നടത്തുന്ന ഒരു ബയോ വാറായി തന്നെയാണ് ഇതിനെ അമേരിക്ക നോക്കിക്കാണുന്നത്. ഫ്യൂസേറിയം ഗ്രമിനീറം എന്ന ഫംഗസാണ് ചൈനീസ് ഗവേഷകർ ഇങ്ങനെ അമേരിക്കയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഫംഗസിനെ ശക്തിയേറിയ അഗ്രോ ടെററിസം ആയുധമായി തന്നെയാണ് അമേരിക്ക ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, മാറ്റിയിരിക്കുന്നത്. ബാർലി, ചോളം, ഗോതമ്പ്, അരി എന്നീ വിളകളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ, അതിനോടൊപ്പം തന്നെ മനുഷ്യരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് കാരണമായേക്കും. പ്രത്യുൽപാദന ശേഷിക്കും പ്രത്യുൽപാദന അവയവങ്ങളുടെ തകരാറിനും കരൾ തകരാറിനും ഒക്കെ തന്നെ ഇത് കാരണമായി മാറിയേക്കും. ഓരോ വർഷവും ലോകത്തെമ്പാടും ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം വരുത്താനും ഇത് കാരണമായി മാറിയിരിക്കും. ഇതിനോടകം തന്നെ ഇത്രയധികം നഷ്ടം വരുത്തിയിട്ടുള്ളൊരു ഫംഗസായി തന്നെ അമേരിക്കൻ ജസ്റ്റിസ് വകുപ്പ് ഇതിനെ പ്രത്യേകമായി മാറ്റിയിട്ടുണ്ട്. ഇവർ ഇത് കടത്തിയതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഇലക്ട്രോണിക് ആശയവിനിമയത്തിൽ നിന്നുമൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കടത്ത്, വിസ തട്ടിപ്പ്, ഗൂഢാലോചന, തെറ്റായ സത്യാങ്മൂലം നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇരു കൂട്ടർക്കും വലിയ വിനയായി മാറിയിരിക്കുന്നത്. പൊതുസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഇവരുടെ പ്രവൃത്തിയെന്നാണ് FBI ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറി അമേരിക്കയിലെ ഭക്ഷ്യവിതരണ ശൃംഖലയെ തന്നെ താറുമാറാക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സംഭവമായി തന്നെ FBI ഡയറക്ടർ കാഷ് പട്ടേലും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. മൃഗങ്ങളും മനുഷ്യരും ചെടികളും അടക്കമുള്ള ജന്തുജീവജാലങ്ങൾക്ക് വലിയ ഹാനികരമായ രോഗം പടർത്താനുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ് ബയോളജിക്കൽ പാത്തോജൻസ് എന്ന് പറയുന്നത്. ഇത് വിളകളുടെ ഗുണനിലവാരത്തെയും വിളവിനെയും ഒക്കെ തന്നെ സാരമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഫംഗസ് ഈ വിളകൾക്കുള്ളിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ വിഷവസ്തുക്കളായിട്ടുള്ള ഡിയോക്സി നിവാലനോൾ, സെറാലനോൺ എന്നിവ ഉത്പാദിപ്പിച്ചേക്കും. ഇവ വിളകൾക്ക് ഏറ്റവും അധികം ദോഷമായി മാറും. വിളകളെ മാത്രമല്ല മനുഷ്യനും ഇത് ദോഷം തന്നെയാണ്. വിളകളെയും ഭക്ഷ്യവിതരണത്തെയും ഇത് താറുമാറാക്കുമെന്നുള്ളതുകൊണ്ട് ഭക്ഷ്യസുരക്ഷയ്ക്കും കൃഷിക്കും ഒക്കെ തന്നെ വലിയ ഭീഷണി തന്നെയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.